ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലെൻസസിനെ കുറിച്ചാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു കുട്ടി ടെലസ്കോപ്പിലൂടെ നക്ഷത്രങ്ങളെ നോക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. സ്റ്റാർസ് എത്ര അകലത്തിലാണ്, പിന്നെ എങ്ങനെയാണ് ഈ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഈ സ്റ്റാർസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ടെലസ്കോപ്പിൽ ലെൻസുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. പ്രായമുള്ളവർ അക്ഷരങ്ങൾ വലുതായി കാണാൻ വേണ്ടി റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ടോയ്സിലും സ്പെക്ടക്കിൾസിലും ലെൻസുകൾ കാണാൻ സാധിക്കും. ഡോർ ലെൻസുകൾ, വാതിലുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ലെൻസുകളാണ്. വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ ലെൻസ് വഴി നോക്കുമ്പോൾ പുറത്തുള്ള ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് മുതലായവയിലും ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലെൻസും ഷീറ്റ് ഓഫ് ഗ്ലാസും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നത് നോക്കാം. ഫിഗർ 2.2a നോക്കുക. സൺലൈറ്റ് ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ കടന്ന് പേപ്പറിലേക്ക് വീഴാൻ അനുവദിക്കുക. ഈ പേപ്പറിൽ ഒരു ഇലുമിനേറ്റഡ് പാർട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്ലാസ് ഷീറ്റ് പേപ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലും അകലേക്ക് കൊണ്ടുപോയാലും ഈ ഇലുമിനേറ്റഡ് പാർട്ടിന്റെ സൈസിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഫിഗർ 2.2b നോക്കുക. ഈ ഗ്ലാസ് ഷീറ്റിന് പകരം ഒരു ലെൻസാണ് ഉപയോഗിക്കുന്നത്. സൺലൈറ്റ് ലെൻസിലൂടെ കടന്ന് പേപ്പറിലേക്ക് വീഴാൻ അനുവദിക്കുക. ഈ ലെൻസിന്റെ പൊസിഷൻ മാറ്റുക. പേപ്പറിൽ നിന്ന് ഈ ലെൻസ് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലാകുമ്പോൾ ഈ പേപ്പറിലെ ഇലുമിനേറ്റഡ് പാർട്ടിന്റെ സൈസ് കുറയുകയും ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ പൊസിഷനിൽ കുറച്ച് കൂടുതൽ നേരം ഈ ലെൻസ് പിടിക്കുകയാണെങ്കിൽ ഈ പേപ്പർ സ്മോൾഡർ ചെയ്യുന്നതും അല്ലെങ്കിൽ പുകയുന്നതും ഈ പേപ്പറിന് തീ പിടിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ലെൻസിന്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ലെൻസുകൾ രണ്ട് തരത്തിലുണ്ട്: കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഫിഗർ 2.3ൽ കാണിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ ലെൻസ് ടച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, ഇതിന്റെ മിഡിൽ പാർട്ട് തിക്കറാണ്, എഡ്ജസ് തിന്നറാണ്. ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നത് ഫിഗർ 2.3ൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഷോസ് ദി ഓബ്ജെക്ട്സ് മാഗ്നിഫൈഡ്. ഓബ്ജെക്ട്സിനെ വലുതാക്കി കാണിക്കാൻ ഈ കോൺവെക്സ് ലെൻസിന് സാധിക്കും. ഫിഗർ 2.2b നോക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ലെൻസ് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. സൺലൈറ്റ് കോൺവെക്സ് ലെൻസിലൂടെ കടന്നുപോയപ്പോൾ അവ കൺവേർജ് ചെയ്തു. അതായത് ഈ റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക് ഒത്തുചേർന്നു. സോ കോൺവെക്സ് ലെൻസ് ക്യാൻ കൺവേർജ് ലൈറ്റ് റേസ്. ഫിഗർ 2.4ൽ കോൺകേവ് ലെൻസ് കാണിച്ചിരിക്കുന്നത് നോക്കുക. കോൺകേവ് ലെൻസ് ടച്ച് ചെയ്ത് നോക്കിയാൽ മിഡിൽ പോർഷൻ തിന്നറും എഡ്ജസ് തിക്കറുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോൺകേവ് ലെൻസിലൂടെ ഓബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ അവ ഡിമിനിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. ഫിഗർ 2.2bയിൽ കാണിച്ചിരിക്കുന്ന എക്സ്പെരിമെന്റിൽ ഒരു കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യത്തില്ല, അവ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതൊരു ഡൈവേർജ് ചെയ്യുക എന്നാണ് പറയുന്നത്. സോ എ കോൺകേവ് ലെൻസ് cannot converge light rays. It can diverge light rays. ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കാൻ നിങ്ങൾ ആദ്യം ഈ രണ്ട് ലൈൻസ് വരയ്ക്കുക. ആ ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാരലലായിട്ട് വരയ്ക്കണം. ഈ രണ്ട് അറ്റവും ഒരേ വെർട്ടിക്കൽ ലൈനിൽ നിൽക്കണം. ഈ രണ്ട് അറ്റവും ഒരേ വെർട്ടിക്കൽ ലൈനിൽ നിൽക്കണം. ഈ പോയിന്റിൽ നിന്ന് അകത്തേക്ക് ലൈൻസ് വരയ്ക്കുക. കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം.
കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടേബിൾ 2.1 കൊടുത്തിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് thicker in the middle and thinner at the edges, can converge light rays, shows the objects magnified. Concave lens thinner in the middle and thicker at the edges, can diverge light rays, shows the objects diminished. തന്നിരിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡ് നോക്കാം. ആ ലെൻസിലൂടെ ലെറ്റേഴ്സ് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ആ ലെൻസ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുക. ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ലെൻസ് മൂവ് ചെയ്ത സൈഡിന് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ലെൻസ് മൂവ് ചെയ്ത അതേ സൈഡിലേക്കായിരിക്കും ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നത്. സോ റൈറ്റ് എ മെത്തേഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ് എന്ന് ചോദിച്ചാൽ, observe the letters through each lens and move the lens to one side. When a convex lens is used, the letters appear to move in the opposite direction. When a concave lens is used, the letters appear to move in the same direction. എന്ന ആൻസർ എഴുതാം. ഫിഗർ 2.5a-യും 2.5b-യും നോക്കുക. 2.5a-യിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. 2.5b-യിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോൺകേവ് ലെൻസ് ആണ്. ഈ ലെൻസുകൾക്ക് രണ്ട് സർഫസുകളുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇതാണ് ഒരു സർഫസ്, ഇതാണ് രണ്ടാമത്തെ സർഫസ്. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇതാണ് ഒരു സർഫസ്, ഇതാണ് രണ്ടാമത്തെ സർഫസ്. ലൈറ്റ് ഈ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ട് സർഫസുകളിൽ വെച്ചും റിഫ്രാക്ഷൻ സംഭവിക്കും. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓർ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ആദ്യം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകും, പിന്നീട് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകും. സോ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൽ വെച്ച് അതിന് ബെൻഡിങ് ഉണ്ടാകും. അതുപോലെ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോഴും ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൽ വെച്ച് ലൈറ്റിന് ബെൻഡിങ് ഉണ്ടാകും. സോ എ ലെൻസ് ഹാസ് 2 റിഫ്രാക്റ്റിംഗ് സർഫസസ്. ഈ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്. ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് നോക്കുക, അത് ഈ സ്ഫിയറിന്റെ പാർട്ടാണ്. ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് ഈ സ്ഫിയറിന്റെ പാർട്ടാണ്. അതുപോലെ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് ഈ സ്ഫിയറിന്റെ പാർട്ടാണ്, ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് ഈ സ്ഫിയറിന്റെ പാർട്ടാണ്. സോ ഈച്ച് ലെൻസ് ഹാസ് 2 സർഫസസ്. വെൻ ലൈറ്റ് പാസസ് ത്രൂ ദം റിഫ്രാക്ഷൻ occurs. സോ എ ലെൻസ് ഹാസ് 2 റിഫ്രാക്റ്റിംഗ് സർഫസസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് എ ലെൻസ് ആർ പാർട്സ് ഓഫ് സ്ഫിയേഴ്സ് ഓർ സർക്കിൾസ്. സ്ഫിയേഴ്സ് ആണ് ആൻസർ. എന്താണ് ലെൻസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എ ലെൻസ് ഈസ് എ ട്രാൻസ്പാരന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. ലെൻസ് ഒരു ട്രാൻസ്പാരന്റ് മീഡിയം ആണ്. അതിലെ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഓരോ സ്ഫിയറിന്റെ പാർട്ടാണ്. ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. ആദ്യത്തേത് ഒപ്റ്റിക് സെന്റർ. ഒരു ലെൻസിന്റെ മിഡ് പോയിന്റിനാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ O ആണ്. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെന്റർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ O. ഒരു ലെൻസിന്റെ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഓരോ സ്ഫിയറിന്റെ പാർട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ സ്ഫിയറിന്റെ സെന്ററിനാണ് സെന്റർ ഓഫ് കർവച്ചർ എന്ന് പറയുന്നത്. സോ ഒരു ലെൻസിനെ സംബന്ധിച്ച് 2 സെന്റേഴ്സ് ഓഫ് കർവച്ചർ ഉണ്ടായിരിക്കും. C1-ഉം C2-ഉമാണ് സെന്റേഴ്സ് ഓഫ് കർവച്ചർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. ദ സെന്റേഴ്സ് ഓഫ് സച്ച് സ്ഫിയേഴ്സ് ആർ ദ സെന്റേഴ്സ് ഓഫ് കർവച്ചർ. ഒരു ലെൻസിന്റെ സെന്റേഴ്സ് ഓഫ്
കർവച്ചറിലൂടെയും ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ലൈനിനാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. C1ലൂടെയും ഒയിലൂടെയും C2ലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ലൈനാണ് ഒപ്റ്റിക് ആക്സിസ്. The optic axis is the imaginary line passing through the centers of curvature and the optic center of a lens. ലൈറ്റ് കടന്നു പോകുന്ന ലെൻസിന്റെ ഏരിയയ്ക്കാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. The area of the lens through which light passes is called aperture. ക്യാമറാസിലും മൈക്രോസ്കോപ്സിലും സ്റ്റോപ്പ് ഉപയോഗിച്ച് ലൈറ്റ് കടന്നു പോകുന്ന ഏരിയ അല്ലെങ്കിൽ അപ്പർച്ചർ വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഒബ്സർവ് ഫിഗേഴ്സ് 2.6a and 2.6b. Which figure represents convex lens and which one represents concave lens? Figure A is a convex lens and figure B is a concave lens. What do C1 and C2 indicate? They are centers of curvature. Which refers to the optic center? ലെൻസിന്റെ മിഡ് പോയിന്റിനാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. പോയിന്റ് O is the answer. Which represents the optic axis? The imaginary line passing through C1, O and C2. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഫിഗർ 2.7 നോക്കുക. 50 സെന്റിമീറ്റർ ലെങ്തും 30 സെന്റിമീറ്റർ വിഡ്ത്തും 20 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു ബോക്സ് എടുക്കുക. ആ ബോക്സിന്റെ ഈ രണ്ട് സൈഡുകളിൽ ചെറിയ ഹോൾ ഉണ്ടാക്കുക. ആ ഹോള് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റും കൊണ്ട് കവർ ചെയ്യുക. ഹൈ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലേസർ ടോർച്ചും ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ ചന്ദനത്തിരിയും മാച്ച് ബോക്സും കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഈ ലെൻസ് വെക്കുന്നതിന് ഒരു ലെൻസ് സ്റ്റാൻഡുമാണ് ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയത്. ഈ ലെൻസ് സ്റ്റാൻഡിൽ ആദ്യം കോൺവെക്സ് ലെൻസ് വെക്കുക. അതിനുശേഷം ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ച് ഈ ബോക്സിൽ സ്മോക്ക് ഉണ്ടാക്കുക. ലേസർ ടോർച്ചിൽ നിന്ന് ലൈറ്റ് റേസ് ഈ ഹോളിലൂടെ കടത്തിവിട്ട് കോൺവെക്സ് ലെൻസിൽ വീഴാൻ അനുവദിക്കുക. ലൈറ്റ് റേസിന്റെ പാത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ലൈറ്റ് റേസ് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ബോക്സിന്റെ അകത്ത് സ്മോക്ക് നിറയ്ക്കുന്നത്. ലേസർ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പാരലൽ റേസ് അല്ല. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ പാരലൽ റേസ് കോൺവെക്സ് ലെൻസിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ലെൻസിന്റെ മറുവശത്ത് ഒരു പോയിന്റിൽ എല്ലാ റേസും കൂടെ കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ അവയെല്ലാം ഒരു പോയിന്റിൽ ഒത്തുചേരും. ആ പോയിന്റിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ converge at a point on the optic axis on the other side of the lens. This point is the principal focus, capital letter F, of a convex lens. ഈ ലേസർ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഈ ഹോള് വഴി കടത്തിവിട്ട് കോൺവെക്സ് ലെൻസിലേക്ക് വീഴാൻ അനുവദിക്കുക. അപ്പോൾ റിഫ്രാക്ഷന് ശേഷം ഈ ലൈറ്റ് റേസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് ഈ വശത്തായിരിക്കും. അതായത് ഒരു ലെൻസിന് രണ്ട് ഫോക്കസുകളുണ്ട്. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇപ്പുറത്തെ വശത്ത് ഒരു ഫോക്കസ് ഉണ്ട്. ഒപ്റ്റിക് ആക്സിസിന് ഈക്വി ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും രണ്ട് ഫോക്കസുകളും. സോ എ ലെൻസ് ഹാസ് ടു പ്രിൻസിപ്പൽ ഫോക്കൈ. ഫോക്കസിന്റെ പ്ലൂറൽ ആണ് ഫോക്കൈ. ഫോസൈ എന്നും പറയാറുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫോസൈ എന്നാണ് പറയുന്നത്. സോ ലെൻസസ് ഹാവ് ടു പ്രിൻസിപ്പൽ ഫോക്കൈ, one on each side of the lens. These foci are equidistant from the optic center. കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണ്.
The principal focus of a convex lens is considered real because light rays passing parallel to the optic axis of a convex lens pass through the principal focus after refraction. ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് OF ആണ്. The focal length, small letter f, is the distance from the optic center of the lens to the principal focus. ഒരു കോൺവെക്സ് ലെൻസിന്റെ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് കാണാൻ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഒരു ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുക. ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. അതായിരിക്കും കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. To find the approximate focal length of a convex lens, the distant object method can be used. Project the image of a distant tree or a building onto a screen using a convex lens. Measure the distance between the lens and the image using a scale. This distance is the approximate focal length of that lens. So distant object method ഉപയോഗിച്ച് ഒരു കോൺവെക്സ് ലെൻസിന്റെ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ആൻസർ ആണ് എഴുതേണ്ടത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ചെയ്ത സ്മോക്ക് ബോക്സ് എക്സ്പെരിമെന്റ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ചെയ്യുക. ബോക്സിൽ സ്മോക്ക് നിറയ്ക്കുക, ലെൻസ് സ്റ്റാൻഡിൽ കോൺകേവ് ലെൻസ് വെക്കുക, ലേസർ ടോർച്ചിൽ നിന്ന് ലൈറ്റ് ഈ ഹോള് വഴി കോൺകേവ് ലെൻസിൽ വീഴിക്കുക. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്ത് പോകുന്ന ഈ റേസ് കോൺകേവ് ലെൻസിന്റെ ഈ പോയിന്റിൽ നിന്ന് വരുന്നത് പോലാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ പോയിന്റ് ഈ ലെൻസിന്റെ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന അതേ സൈഡിൽ തന്നെയാണ്. ഈ പോയിന്റിനാണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to diverge from a point on the optic axis on the same side of the lens. This point is the principal focus of a concave lens. Principal focus is denoted by the capital letter F. ഈ റിഫ്രാക്റ്റഡ് റേസ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആക്ച്വൽ ആയിട്ട് കടന്നു പോകുന്നില്ല. ഈ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ അല്ല, വെർച്വൽ ആണ്. ഫിഗർ 2.10 തന്നിരിക്കുന്ന എക്സ്പെരിമെന്റിൽ ലേസർ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഈ ഹോൾ വഴിയാണ് കടത്തിവിടുന്നതെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസ് ഒപ്റ്റിക് ആക്സിസിലെ സെയിം സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. സോ ഒരു കോൺകേവ് ലെൻസിനും രണ്ട് പ്രിൻസിപ്പൽ ഫോക്കൈ ഉണ്ടായിരിക്കും. സോ എ കോൺകേവ് ലെൻസ് ഓൾസോ ഹാസ് 2 പ്രിൻസിപ്പൽ ഫോക്കൈ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഡു റിഫ്രാക്റ്റഡ് റേസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്? നോ. ഇഫ് സോ, is the principal focus of a concave lens considered virtual or real? Virtual. So ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആയിരിക്കും, കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വെർച്വൽ ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന അതേ സൈഡിൽ തന്നെ ആയിരിക്കും. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.